Hi my dear students, once again welcome back to differential equations. In today's class, we are going to discuss some more problems from homogeneous differential equations. ഈ homogeneous differential equationsന്റെ പല പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ അതിന്റെ കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 53ാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. Here is the problem. Solve the differential equation x square dy plus xy plus y square into dx is equal to 0, comma y1 is equal to 1. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ y1 equal to 1 എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. x square dy is equal to, ഇതിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, മൈനസ് ഓഫ് xy plus y square into dx. Okay, so what is dy by dx? dy by dx is equal to minus of xy plus y square divided by x square, right? ഇവിടെ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യണമെന്നില്ല. നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഡിഗ്രി 1, ഇതിന്റെ ഡിഗ്രി 1. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഡിഗ്രി കൂട്ടിയാൽ 2 ആവും. ഇതിന്റെയും ഡിഗ്രി 2 ആണ്, ഇതിന്റെയും ഡിഗ്രി 2 ആണ്. അങ്ങനെ എല്ലാ ടേമിലും വേരിയബിൾസിന്റെ ഡിഗ്രീസ് സെയിം ആയതുകൊണ്ട് അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് y is equal to vx, right? So that dy by dx is equal to v plus x into dv by dx, right? Yes. So v plus x into dv by dx is equal to x ഉള്ളിടത്ത് അങ്ങനെ തന്നെ y ഉള്ളിടത്ത് vx കൊടുക്കും പ്ലസ് v സ്ക്വയർ x സ്ക്വയർ ഡിവൈഡഡ് ബൈ x സ്ക്വയർ. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിനകത്തൊരു എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ ആവും. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം, മൈനസ് ഓൾറെഡി ഉണ്ട്, വി ഉണ്ട് ഇവിടെ, പിന്നെ പ്ലസ് വി സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ കട്ടാവും. സോ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, സോ ഒന്നും കൂടെ എഴുതാം. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു minus v square, right? Yeah, ഈ ബിനെയും കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ x into dv by dx is equal to minus v square. അതും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു മൈനസ് v കൂടെ ആവും. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് v സ്ക്വയർ പ്ലസ് 2v. നമ്മൾ മൈനസ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഇത് പ്ലസ് എന്നാവും, ഇതിലെല്ലാം പ്ലസ് ആവും. മൈനസ് കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ v സ്ക്വയറും ഒരു 2v ഉണ്ട്. ഓക്കെ, so that is x into dv by dx is equal to minus of v square plus 2v, right? Yes. നമുക്ക് ഒന്ന് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ db ഉണ്ട്, അത് ഇങ്ങോട്ട് പോരട്ടെ. അപ്പം വേണമെങ്കിൽ അതൊരു v പുറത്ത് ഇങ്ങോട്ട് എടുത്ത് പോരാം. അപ്പം v plus 2 എന്ന് വരും, റൈറ്റ്? v into v സ്ക്വയർ ആവും, 2v is equal to minus dx by x now. ഇനി ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ഇത് നമുക്കറിയാം, മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് ഇതിന് നമുക്ക് വേണമെങ്കിൽ ലോഗ് സി എന്ന് എഴുതാം. അപ്പോൾ ഇത് ലോഗ് സി ബൈ എക്സ് എന്ന് എഴുതാം അല്ലെ. കാരണം ഇത് ലോഗ് സി മൈനസ് ലോഗ് എക്സ് എന്നാണ്. ലോഗ് സി മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ ലോഗ് സി ബൈ എക്സ് എന്നാവും. Okay, that is integral at dv by v into v plus 2, right? Yes. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചെയ്യാം. 1 by v into v plus 2 is equal to ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. സോ a by v plus b by v plus 2 എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. Now നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ v into v plus 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടും നമുക്ക് നോക്കാം.
അപ്പോൾ 1 എന്ന് വരും. 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു വി. റൈറ്റ്? ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. പുട്ട് വി ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 2a പ്ലസ് 0 എന്ന് വരും. ദാറ്റ് മീൻസ് a ഈസ് ഈക്വൽ ടു 1/2. ഇനി നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ പുട്ട് വി ഈസ് ഈക്വൽ ടു -2 കൊടുക്കാം. അപ്പോൾ ഇത് 1 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് 0 ആവും, -2b എന്ന് വരും. ഇംപ്ലൈസ് b ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ എയും ബിയുമായി. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2-നകത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, 2-ൽ കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ പകരം വാല്യൂ കൊടുക്കാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1/v ഇൻറ്റു വി പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 1/2. സോ 1/2 ഇൻറ്റു 1/v -1/2 ഇൻറ്റു 1/v പ്ലസ് 2. റൈറ്റ്? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി ബി, ഇവിടെയും ഇൻ്റഗ്രൽ ഡി ബി വരും, ഇവിടെയും ഇൻ്റഗ്രൽ ഡി ബി വരും. ഓക്കെ, ഇത് 1/2 ഇൻറ്റു ലോഗ് വി മൈനസ് 1/2 ഇൻറ്റു ലോഗ് വി പ്ലസ് 2. ഓക്കെ, ഇവിടെ നമുക്ക് 1/2 കോമൺ എടുക്കുവാണെങ്കിൽ ലോഗ് വി മൈനസ് ലോഗ് വി പ്ലസ് 2. റൈറ്റ്? ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് വി ബൈ വി പ്ലസ് 2. റൈറ്റ്? ഓക്കെ, ഇനി വിക്ക് പകരം വാല്യൂ കൊടുക്കുക. സോ 1/2 ഇൻറ്റു ലോഗ് വിക്ക് പകരം y ബൈ എക്സ് കൊടുക്കുന്നു അല്ലേ. ദെൻ ഇവിടെയും y ബൈ എക്സ് പ്ലസ് 2. ഓക്കെ, so that's equal to 1/2 into log y by x divided by y plus 2x divided by x. Right? Okay, so that's equal to 1/2 into log e x cut ആയി പോകും, y by y plus 2x. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വാല്യൂ ആയി. ഇനി നമുക്കത് ഇക്വേഷനിൽ നേരത്തെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആൻസർ ആവും. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, 1 ഉണ്ട്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു ലോഗ് സി ബൈ എക്സ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് സി ബൈ എക്സ്. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 1/2 into, therefore 1 implies, equation number 1 implies 1/2 into log y by y plus 2x is equal to log c by x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-നകത്ത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് y1 is equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്. എക്സിന് നമുക്ക് 1 കൊടുക്കാം, വൈയും 1 ആവും. സോ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് വൈയും 1 കൊടുക്കുമ്പോൾ 1/1 പ്ലസ് 2 is equal to log z by 1. That means z എന്ന് തന്നെ വരും അല്ലേ, c by 1. So that is log 1/2 into log 1/3 is equal to log c. റൈറ്റ്? ഇത് നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ലോഗ് 1/3 ഓൾ റൈസ് ടു 1/2 എന്ന് പറയുന്നതാണ് ലോഗ് സി. റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് 1/√3 എന്ന് എഴുതാം അല്ലേ. ഇറ്റ്സ് ഈക്വൽ ടു ലോഗ് സി, ഓർ വി ക്യാൻ സേ z ഈസ് ഈക്വൽ ടു 1/√3. റൈറ്റ്? നമ്മൾ ലോഗർ എടുത്ത് കഴിയുമ്പോൾ സെയിം ആണെങ്കിൽ ലോഗർ എടുക്കുന്നതിന് മുമ്പ് സെയിം ആകണം. അപ്പോൾ ലോഗ് 2 സ്ഥലത്ത് അങ്ങ് പോയി കഴിയുമ്പോൾ c ഈസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും. ഓക്കെ, വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ 1 ഇവിടെ ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതിയാവും. സോ 1/2 ലോഗ് y by y plus 2x is equal to log c യുടെ സ്ഥാനത്ത് 1/√3 by x എന്ന് വരും. ഓക്കെ, ഓക്കെ,
So that is log y by y plus 2x all raised to 1 by 2 is equal to log 1 by root 3x എന്ന് വരും. റൈറ്റ്? ഇപ്പം നമ്മൾ ലോഗരിതം രണ്ട് സ്ഥലത്ത് നിന്ന് കളയുവാണെങ്കിൽ y by y plus 2x all raised to 1 by 2 is equal to 1 by root 3x. സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? y by y plus 2x is equal to 1 by 3x square. Right? or cross ചെയ്യുവാണെങ്കിൽ നമുക്ക് 3x square y is equal to y plus 2x. So that is the solution. 3x square y is equal to y plus 2x. അപ്പോൾ മക്കളെ മനസ്സിലായോ? ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നമ്മളൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ y is equal to vx എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഓക്കെ മക്കളെ? അപ്പോൾ അത് സാധാരണ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ. സോ ലെറ്റ്സ് ഹാവ് അനദർ എക്സാമ്പിൾ. സോൾവ് 2xy plus y square minus 2x square into dy by dx equal to 0, comma y1 is equal to 2. Means when x is equal to 1, y is equal to 2. Okay, first of all നമ്മൾ ഇത് ഒന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് നമുക്കിതിന് ഒന്ന് dy by dx മാത്രമായിട്ടൊന്ന് കണ്ടുപിടിക്കാം. സോ സൊല്യൂഷൻ 2xy plus y square is equal to 2x square into dy by dx, right? or dy by dx is equal to എങ്ങനെ എഴുതാം മക്കളെ? ഇത് മാത്രം ഇവിടെ നിർത്തുന്നു, ഇത് 2x square കൊണ്ട് ഇപ്പുറത്തേക്ക് പോരുന്നു. അപ്പോൾ 2xy plus y square divided by 2x square എന്ന് വരും. റൈറ്റ്? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമ്മളോട്, ഹോമോജീനിയസ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഹോമോജീനിയസ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നോക്കിക്കേ, ഇവിടെ എക്സിന്റെ ഡിഗ്രി 1 ആണ്, വൈയുടെ ഡിഗ്രി 1 ആണ്. അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ ഡിഗ്രി 2 ആവും, ഇവിടെ ഡിഗ്രി 2 ആവും, ഇവിടെ ഡിഗ്രി 2 ആവും. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നോക്കിയാണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യണം, നമുക്കറിയാലോ. അപ്പോൾ y is equal to vx. So that dy by dx is equal to v plus x into dv by dx. So v plus x into dv by dx is equal to 2x into y is equal to vx. So vx plus v square x square divided by 2x square. Right? Okay. ഇവിടെ നമുക്ക് ഒരു എക്സ് സ്ക്വയർ ത്രൂഔട്ട് പുറത്തെടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ഇവിടെ പിന്നെ എക്സ് എക്സും പോയിട്ട് പിന്നെ ഇവിടെ 2v ഉണ്ട്, ഇവിടെ v സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ കട്ടാവും. സോ ദിസ് ഈസ് v പ്ലസ് എക്സ് ഇൻറ്റു dv ബൈ dx. ഓക്കെ. സോ എക്സ് ഇൻറ്റു dv ബൈ dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2v plus v square by 2 minus v എന്ന് വരും. ഈ v അപ്പുറത്തേക്ക് മൈനസ് v ആവും. ഓക്കെ. നമുക്കൊന്ന് സിംപ്ലിഫൈ ആവല്ലോ. 2v plus v square minus 2v by 2 എന്നാവും. ഇത് രണ്ടും കട്ടായി പോകും. സോ x into dv by dx is equal to v square divided by 2 എന്നായി. ഇനി നമുക്ക് വേരിയബിൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. dv by v square is equal to ഈ v square ഇങ്ങോട്ട് കൊണ്ടുവന്നു, dx അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ dx ആവും, താഴെ 2 ഉണ്ട്, ഈ എക്സും കൂടെ താഴോട്ട് പോകും, 2x. ശരിയല്ലേ മക്കളെ? നോക്കിക്കേ, ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് കിട്ടുന്നുണ്ടോ? v square by 2 ഇവിടെയുണ്ട്, v square ഇങ്ങോട്ട് വരുമ്പോൾ by 2 ഇവിടെ ഉണ്ട്, ഓക്കെ ആവും. എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പം ഇങ്ങോട്ട് പോരും, പിന്നെ dx താഴോട്ട് പഴയതുപോലെ തന്നെയാവും. Now integrating both sides. ഇത് നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? v raised to minus 2 dv എന്ന് എഴുതാം.
1 by 2 into integral dx by x. This b raised to minus 2 plus 1, that is minus 1 by minus 1 is equal to 1 by 2 into log x. Right? Okay. Plus നമ്മുടെ ഒരു constant of integration. And this is equal to minus 1 by v is equal to 1 by 2 log x plus c. Right? Okay. ഇനി നമുക്ക് ഇത് എന്താണ് നമ്മുടെ പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കണം. when x is equal to 1 y is equal to 2 എന്നാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കണ്ടേ. yക്ക് പകരം vക്ക് പകരം what is v is equal to നമുക്കറിയാം y by x ആണ് അല്ലേ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം അതൊന്ന് കൊടുത്തിട്ട് പോകും. സോ minus 1 by y by x is equal to 1 by 2 log x plus c. ഇത് മുകളിൽ ചെല്ലും minus x by y is equal to 1 by 2 log x plus c. Right? ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. x ന് 1 കൊടുക്കാം, അപ്പോൾ y ക്ക് 2 ആവും. So minus 1 by 2 is equal to 1 by 2 into log 1 plus c. Log 1 is equal to 0. So that's why c is equal to minus 1 by 2. Right? ഇത് log 1 0 ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ കംപ്ലീറ്റ് 0 ആയിപ്പോ. അപ്പോൾ c എന്ന് പറഞ്ഞാൽ minus 1 by 2 ആവും. Okay? Now let us substitute the value in this equation. Equation number ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. So minus x by y is equal to 1 by 2 log x plus, no, it is c is minus 1 by 2. So minus 1 by 2. Okay? So 1 by 2 ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ log x minus 1 is equal to minus x by y. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യാം. So that implies ഇതൊന്ന് തിരിച്ചെഴുതുവാണെങ്കിൽ മൈനസും കളയാം. So minus x by y is equal to 1 by 2 into മൈനസ് പുറത്തെടുക്കുവാണെങ്കിൽ ഇത് 1 minus log x എന്നാവും അല്ലേ. ഇങ്ങനെ നമുക്ക് ഒന്ന് മൈനസ് 2 സ്ഥലത്തും പോയി. സോ x by y is equal to 1 by 2 into 1 minus log x. ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് നിർത്താം, ഇത്രയും മതിയാവും. വേണമെങ്കിൽ ഒന്നുകൂടെ ക്രോസ് ചെയ്യാം. or 2x is equal to, cross ചെയ്യുമ്പോൾ 2x is equal to y into 1 minus log mod x. ഇത്ര ഒന്നും എഴുതണമെന്നില്ല. or y is equal to 2x divided by 1 minus log mod x. അങ്ങനെ ആയാലും നമുക്ക് എഴുതി നിർത്താം. സോ 2x by 1 minus log x. അപ്പോൾ ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ? അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതും ശരിക്കും ആക്ച്വലി വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഹോമോജനിയസ് ഇക്വേഷനും തിരിച്ചു പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി കാണും. ഓക്കെ? Now let us have another example. And dy by dx is equal to solve dy by dx minus y by x plus cosec y by x is equal to 0. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഹോമോജനിയസ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ അതിനെ dy by dx എന്ന് കണ്ടുപിടിക്കാം. dy by dx is equal to y by x, ഇത് അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് പ്ലസ് ആവും, മൈനസ് cosec y by x. റൈറ്റ്? ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഡിഗ്രി 1 ആണ്, ഇവിടെ ഡിഗ്രി 1 ആണ്. ഇതിന്റെയും ഡിഗ്രി അപ്പോൾ 0 ആണ്. ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആക്ച്വലി 0 ആണ്. ഇവിടെയും ഡിഗ്രി 1, ഇവിടെയും 1 ആണ്. അപ്പോൾ ആക്ച്വലി ഡിഗ്രി 0 ആണ്. അത്തരത്തിൽ നമുക്ക് ഇതിനെ ഒരു എന്താണ് ഒരു ഹോമോജനിയസ് ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ വൈക്ക് പകരം ലാംഡ വൈ എക്സിന് പകരം ലാംഡ എക്സ് കൊടുത്താൽ നമുക്കറിയാം ഇത് രണ്ടും കട്ടായി പോകും, വൈ വൈ എക്സ് തന്നെ കിട്ടും. ഇവിടെയും അത് കട്ടായി പോകും, അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു ഹോമോജനിയസ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് അത്തരത്തിൽ വേണമെങ്കിൽ പ്രൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ? ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ചെയ്യുന്നത്. പുട്ട് y is equal to vx, so that dy by dx is equal to v plus x into dv by dx. അപ്പോൾ അതിവിടെ കൊടുക്കാം. So v plus x into dv by dx is equal to y ക്ക് പകരം vx by x minus cosec y ക്ക് പകരം vx by x. Right? Okay. x കട്ടായി, x കട്ടായി.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, വി ഉണ്ട്, വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി മൈനസ് കൊസീക് വി, റൈറ്റ്? വി കട്ടായി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് വി എന്ന് കിട്ടും. വേരിയബിൾ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഡി വി ബൈ കൊസീക് വി ഇസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ട് ചെല്ലും, മൈനസ് ഡി എക്സ് ബൈ എക്സ് എന്നാവും അല്ലെ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഡി വി ബൈ കൊസീക് വി ഇസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബൈ എക്സ്. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മുമ്പ് ഈ 1 ബൈ കൊസീക് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് അറിയാമല്ലോ, സൈൻ ആണല്ലോ. അപ്പൊ അതിനെ നമുക്ക് സൈൻ വി ഡി വി എന്ന് എഴുതാം. ഇറ്റ് ഈസ് മൈനസ് ലോഗ് എക്സ് പ്ലസ് നമുക്ക് ലോഗ് സി എന്ന് തന്നെ എഴുതാം, ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഓക്കെ, സൈൻ വിയുടെ ഇന്റഗ്രൽ നമുക്കറിയാമല്ലോ. സൈൻ വിയുടെ ഇന്റഗ്രൽ എന്താ? ഇറ്റ് ഈസ് മൈനസ് കോസ് വി ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് ലോഗ് തിരിച്ചെഴുതാം. നമുക്ക് ലോഗ് സി ആദ്യം എഴുതാം. ലോഗ് സി മൈനസ് ലോഗ് എക്സ് എന്ന് എഴുതി, അതിനെ ലോഗ് സി ബൈ എക്സ് എന്ന് നമുക്ക്, ലോഗ് എ മൈനസ് ലോഗ് ബി ആണല്ലോ, അത്തരത്തിൽ എഴുതാം. മൈനസ് കോസ് ബി, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് y1 is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഇതിനൊന്ന് ചെയ്യേണ്ട സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. മൈനസ് കോസ് y ബൈ എക്സ് എന്ന് എഴുതാം, ഈക്വൽ ടു ലോഗ് സി ബൈ എക്സ്. ഇനി നമുക്ക് എക്സിന് പകരം 1ഉം വൈക്ക് പകരം 0യും കൊടുക്കാം. അപ്പൊ മൈനസ് കോസ് 0 ഈക്വൽ ടു log z, log c. Okay, so cos 0 is 1. അപ്പൊ log c എന്ന് പറഞ്ഞാൽ cos 0 1 ആയിട്ട് മൈനസ് 1 ആവും. So this means what? This means log z to the base e is equal to minus 1 എന്നാണ്. എന്ന് വെച്ചാൽ e raised to minus 1 എന്ന് പറയുന്നതാണ് c അല്ലെ. നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വയ്ക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു സി. ഇ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/e ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ 1/e ആണ്. അപ്പൊ നമുക്കത് ഇതിനകത്ത് കൊടുക്കാം. ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് മൈനസ് കോസ് y ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ 1/e. സോ ലോഗ് 1/e ബൈ എക്സ്. Okay, or that's equal to minus cos y by x is equal to log 1 by e by x is 1 by ex. Okay, then നമുക്ക് വേണമെങ്കിൽ log 1 minus log ex എന്ന് എഴുതാം. Okay, that is minus cos y by x is equal to log 1 is 0 minus log ex, or minus രണ്ട് സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ cos y by x is equal to log ex. ഓക്കെ, log ex ഇത്രയും കൂടെ നമുക്ക് നിർത്താം, ഇത്രയും മതി. സോ ദാറ്റ് ഇസ് ദ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ ചെയ്തത് മനസ്സിലായോ? ഇത്തരത്തിലാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുന്നത്. ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കേസാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേയധികം, ഇപ്പൊ നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ്, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ഇതിനകത്ത് കൂടുതലും ഈ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിലുപരിയായിട്ട് ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിലും അത് തിരിഞ്ഞു വരുന്നത് എങ്ങോട്ടാണ്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ഹോമോജീനിയസ് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ
ലാംഡ എക്സ് ലാംഡ വൈ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് തന്നെ കിട്ടുവാണെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആവും. പിന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് y is equal to vx so that dy v plus x into dv by dx is equal to dy by dx. അത്തരത്തിലാണ് ഇതിന്റെ സൊല്യൂഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഈ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇനിയും മെത്തേഡുകളുണ്ട്, നമുക്കറിയാം. ഇനി നമ്മൾ അടുത്ത ഒരു മെത്തേഡ് കൊണ്ടുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, goodbye.